നമസ്തേ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ജൂൺ 21 വെള്ളിയാഴ്ച, മുപ്പട്ട് വെള്ളിയാണ്. ധനസമൃദ്ധിക്ക് മുപ്പട്ട് വെള്ളി വ്രതം എന്ന് പറഞ്ഞാൽ വളരെ വിശേഷമാണ്. പൗർണമിയും വെള്ളിയാഴ്ചകളും ലക്ഷ്മി ദേവിക്ക് വളരെ പ്രധാന ദിവസമാണ്. അപ്പം ഈ 2024 ജൂൺ 21 വെള്ളിയാഴ്ച മിഥുനമാസത്തിലെ വെള്ളിയും പൗർണമിയും ചേർന്ന് വരുന്ന സവിശേഷ ദിനമാണ്. ഈ ദിനത്തിൽ ലക്ഷ്മി പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് സർവ്വ ഐശ്വര്യത്തിനും കാരണമാകും. നമ്മളുടെ നല്ലവണ്ണം ജീവിക്കണം, സ്വൈരമായിട്ട് ജീവിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ധനമുണ്ടായിരിക്കണം. ധനമുണ്ടെങ്കിൽ മാത്രമേ ഈ വന്ന കാലത്ത് ഐശ്വര്യമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം ധനസമൃദ്ധി ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണാൻ സാധിക്കും. അപ്പം നമ്മളുടെ ആചാരപ്രകാരം ഈ വെള്ളിയാഴ്ചയിൽ വരുന്ന പൗർണമി, ഈ ദിവസം നമ്മൾ ലക്ഷ്മി ദേവിയെയും ഗണപതിയെയും പ്രീതിപ്പെടുത്തിയാൽ ജീവിതത്തിൽ ധനപരമായും നമുക്ക് ഉയർച്ചയുണ്ടാകും. അപ്പോൾ ഈ മുപ്പട്ട് വെള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ മലയാള മാസത്തിലും ആദ്യം വരുന്ന ആഴ്ച ദിനങ്ങളെയാണ് മുപ്പട്ട് ചേർത്ത് നമ്മൾ പറയുന്നത്. മുപ്പട്ട് ഞായർ, മുപ്പട്ട് തിങ്കൾ, മുപ്പട്ട് ചൊവ്വ, മുപ്പട്ട് ബുധൻ, വ്യാഴം, മുപ്പട്ട് വെള്ളി എന്നൊക്കെ പറയുന്നത്. അപ്പം പിന്നെ മുപ്പട്ട് വെള്ളിയാഴ്ചകളിൽ ആചാരശുദ്ധിയോടെ വ്രതം ആചരിക്കുകയാണെങ്കിൽ എല്ലാ ദുരിതങ്ങളിൽ നിന്നും നമ്മളെ കരകയറ്റും. അങ്ങനെ ഈ വെള്ളിയാഴ്ച, മുപ്പട്ട് വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിക്ക് വേണ്ടി വ്രതം ആചരിച്ചാൽ ദേവിയുടെ എല്ലാ അനുഗ്രഹത്തിനും നമ്മൾ പാത്രമാകും. അന്നേ ദിവസം ലളിതാ സഹസ്രനാമം, മഹാലക്ഷ്മി അഷ്ടകം ഒക്കെ ജപിക്കണം. പിന്നെ ഗണേശ അഷ്ടോത്തര ശതനാമാവലി ഒക്കെ ജപിക്കുകയാണെങ്കിൽ വളരെ ഉത്തമമായി കണക്കാക്കണം. അപ്പോൾ നമുക്ക് കടങ്ങളുമൊക്കെ സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഋണമോചക ഗണപതിയെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, അപ്പോൾ അഷ്ടലക്ഷ്മിയാണ്. ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, ധൈര്യലക്ഷ്മി, ശൗര്യലക്ഷ്മി, വിദ്യാലക്ഷ്മി, കീർത്തിലക്ഷ്മി, വിജയലക്ഷ്മി, രാജലക്ഷ്മി എന്നിങ്ങനെ 8 ലക്ഷ്മിമാർക്കും തുല്യ പ്രാധാന്യത്തോടെ ഉള്ളതാണ് മഹാലക്ഷ്മി അഷ്ടകം. ജപിക്കുമ്പം എല്ലാവർക്കും തുല്യ പ്രാധാന്യത്തോടെ അതിൻ്റെ എല്ലാവരും നമ്മെ അനുഗ്രഹിക്കും, എല്ലാവിധ ദുരിതങ്ങളെയും അകറ്റും. അപ്പോൾ ഈ മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള വീടുകളിലൊക്കെ ശാന്തിയും സമാധാനവും ഐശ്വര്യവും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ കുടുംബത്തിൽ വഴക്ക്, അനൈക്യം, കോപം, സഹോദരങ്ങൾ തങ്ങളിൽ ചേർച്ചയില്ലായ്മ, ഭാര്യയും ഭർത്താവും തങ്ങളിൽ ചേർച്ചയില്ലായ്മ, അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ വെള്ളിയാഴ്ച എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടത്? രാവിലെ കുളിക്കണം. പൂജാമുറിയിൽ ലക്ഷ്മി ദേവിയുടെ പടത്തിന് മുന്നിൽ നിലവിളക്ക് തെളിച്ച് വയ്ക്കണം. എന്നിട്ട് നിലവിളക്ക് തെളിക്കുമ്പോൾ ഒന്നുകിൽ നല്ലെണ്ണയോ അല്ലെങ്കിൽ നെയ്യൊഴിച്ച് വിളക്ക് തെളിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. രാവിലെയും വൈകുന്നേരവും ശരീരവും മനസ്സും ഒക്കെ ശുദ്ധമാക്കി ഈ ലളിതാ സഹസ്രനാമവും മഹാലക്ഷ്മിയുടെ സഹസ്രനാമം, മഹാലക്ഷ്മി അഷ്ടകം ഒക്കെ ജപിക്കണം. നമുക്ക് ഉച്ചയ്ക്ക് ഒരു നേരം അരിയാഹാരം കഴിക്കാം. രാവിലെയും വൈകുന്നേരത്തൊക്കെ ധാന്യങ്ങൾ കൊണ്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. പഴം അതൊക്കെ കഴിക്കണം. പിന്നെ അന്നേ ദിവസം നമ്മൾ പാവങ്ങൾക്കൊക്കെ ധാന്യവും ആഹാരവും ഒക്കെ ദാനം ചെയ്യുന്നത് ഉത്തമമാണ്.
തുളസിയിലയിട്ട വെള്ളം കുടിക്കുന്നതും പക്ഷിമൃഗാദികൾക്ക് അന്നം നൽകുന്നതും ഈശ്വരസേവ നടത്തുന്നതും ഇന്നത്തെ ദിവസം വളരെ ഗുണകരമായി കണക്കാക്കുന്നു. തുടർച്ചയായി 12 മുപ്പട്ട് വലിയ വ്രതങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ ആജീവനാന്ത സാമ്പത്തിക ഉയർച്ചയ്ക്ക് കാരണമാണ്. അങ്ങനെ മഹാലക്ഷ്മി അഷ്ടകവും മഹാലക്ഷ്മിയുടെ സഹസ്രനാമവും ഒക്കെ നമ്മൾ ജപിക്കണം. ഇപ്പം ഞാനൊരു മഹാലക്ഷ്മി അഷ്ടകം ജപിക്കാം. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമസ്തുതേ. നമസ്തേ ഗരുഡാരൂഢേ കോലാസുരഭയങ്കരീ സർവപാപഹരേ ദേവി മഹാലക്ഷ്മി നമസ്തുതേ. സർവജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരീ സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മി നമസ്തുതേ. സിദ്ധിബുദ്ധിപ്രദേ ദേവി ബുദ്ധിമുക്തിപ്രദായിനി മന്ത്രമൂർത്തേ സദാ ദേവി മഹാലക്ഷ്മി നമസ്തുതേ. ആദ്യന്തരഹിതേ ദേവി ആദിശക്തി മഹേശ്വരി യോഗദേ യോഗസംഭൂതേ മഹാലക്ഷ്മി നമസ്തുതേ. സ്ഥൂലസൂക്ഷ്മ മഹാരൗദ്രേ മഹാശക്തി മഹോദരേ മഹാപാപഹരേ ദേവി മഹാലക്ഷ്മി നമസ്തുതേ. പദ്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗന്മാതേ മഹാലക്ഷ്മി നമസ്തുതേ. ശ്വേതാംബരദേവി ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗസ്ഥിതേ ജഗന്മാത മഹാലക്ഷ്മി നമസ്തുതേ.